ഓം ശ്രീ ആഞ്ജനേയ നമ. MS-V4 ആസ്ട്രോ റിസർച്ചിലേക്ക് സ്വാഗതം. ഞാൻ MS വിനീത്. 2026 നക്ഷത്രഫലം ഇതാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പ്രതിപാദിക്കുന്നത്. ആദ്യത്തെ 3 നക്ഷത്രങ്ങളായ അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രത്തിന്റെ ഫലമാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. എന്റെ ആസ്ട്രോളജി റിലേറ്റഡ് ചാനൽ MS-V4 ആസ്ട്രോ റിസർച്ച് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായം കൂടി കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. 2026 പ്രധാനമായും വർഷഫലം പ്രധാനമായും ചെയ്യുന്നത് 4 ഗ്രഹങ്ങളുടെ സ്ഥിതി മനസ്സിലാക്കിക്കൊണ്ടാണ്. അതായത് വ്യാഴഗ്രഹം, രാഹു, കേതുക്കൾ, അതുപോലെ തന്നെ ശനി ഗ്രഹം. ഈ 4 ഗ്രഹങ്ങളാണ് നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. 2026 തുടക്കത്തില് വ്യാഴഗ്രഹം നിൽക്കുന്നത് മിഥുന രാശിയിലായിരിക്കും. അതുപോലെ തന്നെ കേതു നിൽക്കുന്നത് ചിങ്ങം രാശിയിലായിരിക്കും. അതുപോലെ രാഹു നിൽക്കുന്നത് കുംഭം രാശിയിലും ശനി നിൽക്കുന്നത് മീനം രാശിയിലുമായിരിക്കും 2026 തുടക്കത്തില്. അപ്പം ഈ ഗ്രഹങ്ങളുടെ എല്ലാ അടിസ്ഥാനത്തിൽ തീർച്ചയായിട്ടും ഓരോ നക്ഷത്രക്കാർക്കും അതിൻ്റെതായിട്ടുള്ള പോസിറ്റീവ്സും നെഗറ്റീവ്സും തീർച്ചയായിട്ടും ഉണ്ടാകുന്നതാണ്. അപ്പം ആദ്യം നമുക്ക് അശ്വതി നക്ഷത്രക്കാരുടെ ഈ 2026 ഫലം എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. അശ്വതി നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു വർഷമാകും 2026. അവർക്ക് തുടക്കത്തിൽ ഒരു ജൂൺ ജൂലൈ വരെ 2026 ജൂൺ ജൂലൈ വരെ വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. പ്രത്യേകിച്ച് ഔദ്യോഗികപരമായിട്ടുള്ള തടസ്സങ്ങളെല്ലാം പൂർണ്ണമായിട്ടും മാറുന്ന നല്ല സമയമാണ്. ജോലി സംബന്ധമായിട്ട് പ്രൊമോഷൻ റിക്വസ്റ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തവർക്ക് നല്ല രീതിയിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ അച്ചീവ് ചെയ്തെടുക്കാൻ നേടിയെടുക്കാൻ സാധിക്കുന്നതും, അതുപോലെ തന്നെ ഇൻക്രിമെന്റ് റിക്വസ്റ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തവർക്കും അങ്ങനെയുള്ള പോസിറ്റീവായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാകാനും പറ്റിയ ദൈവാധീനമുള്ള നല്ലൊരു വർഷമാണ് 2026 ജൂൺ ജൂലൈ വരെയുള്ള സമയം. ജോലി അന്വേഷിക്കുന്നവർക്ക് ഈ സമയം വളരെ മുതൽക്കൂട്ടായിട്ടുള്ള വളരെ ദൈവാധീനമുള്ള സമയമാണ്. അവർക്ക് വിചാരിക്കുന്ന രീതിയിലുള്ള നല്ല രീതിയിലുള്ള ജോബ്, പ്രത്യേകിച്ച് ഗൾഫ് കൺട്രീസിലൊക്കെ അതുപോലെ പുറത്തേക്കൊക്കെ ജോലിക്ക് ട്രൈ ചെയ്യുന്നവർക്കും വളരെ അനുകൂലമായിട്ടുള്ള സമയമാകും. അതുപോലെ വിദ്യാർത്ഥികൾക്ക് ഈ കാലഘട്ടത്തിൽ 2026 പൂർണ്ണമായിട്ടും വിദ്യാർത്ഥികൾക്ക് അശ്വതി നക്ഷത്രത്തിൽ വരുന്ന വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. പൂർണ്ണമായിട്ടും ദൈവാധീനം നിറഞ്ഞു നിൽക്കുന്ന, സരസ്വതി ദേവിയുടെ അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന ഒരു വർഷമാകും. അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള പഠന മികവോടുകൂടി മുൻപോട്ട് പോകാൻ പറ്റിയ, മുന്നേറാൻ പറ്റുന്ന നല്ലൊരു വർഷമാകും വിദ്യാർത്ഥികൾക്ക്. പ്രത്യേകിച്ച് ഹയർ സ്റ്റഡീസിന് പോകാൻ പ്ലാൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ കോമ്പറ്റേറ്റീവ് എക്സാംസ് കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്കും വളരെ അനുകൂലമായിട്ടുള്ള ഒരു വർഷമാണ് 2026 അശ്വതി നക്ഷത്രത്തിൽ വരുന്ന കുട്ടികൾക്ക്. അതുപോലെ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സ് കാര്യങ്ങൾ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെയുള്ള സാമ്പത്തികപരമായിട്ടുള്ള നഷ്ടം ഉണ്ടാകാനുള്ള സാധ്യത ഈ വർഷം അശ്വതി നക്ഷത്രക്കാർക്ക് കാണിക്കുന്നുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുകൊണ്ട് തന്നെ ദിവസവും, പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസം പറ്റുമെങ്കിൽ മഹാലക്ഷ്മി അഷ്ടകം വിളക്ക് തെളിയിച്ച് ഭദ്രദീപം നെയ്യ് ഉപയോഗിച്ച് ഭദ്രദീപം തെളിയിച്ച് 5 തിരിയിട്ട വിളക്ക് തെളിയിച്ച് മഹാലക്ഷ്മി അഷ്ടകം വെള്ളിയാഴ്ച ദിവസം ജപിക്കുന്നത് വളരെയധികം ഉത്തമമായിരിക്കും. അങ്ങനെയുള്ള സാമ്പത്തികപരമായിട്ടുള്ള സാമ്പത്തിക ക്രയവിക്രയങ്ങൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കണം എന്നാണ് കാണിക്കുന്നത്. അപ്പം 2026 അശ്വതി നക്ഷത്രക്കാർക്ക് പ്രത്യേകിച്ച് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സ് കാര്യങ്ങൾ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. അതുപോലെ പുതിയതായിട്ട് ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നവർക്കും അതുപോലെ ബിസിനസ് എക്സ്പാൻഷൻ കാര്യങ്ങൾക്ക് ശ്രമിക്കുന്നവർക്കും വളരെ അനുകൂലമായിട്ടുള്ള സമയമാകും. വിവാഹം ആലോചിക്കുന്നവർക്ക് ജൂൺ ജൂലൈ ആ ഒരു മാസത്തോടു കൂടി വളരെ അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ, നല്ല ബന്ധങ്ങൾ വന്നു ചേരാനുള്ള ഭാഗ്യം ഉണ്ടാവുന്നതാണ്. നിങ്ങളുടെ ജനന സമയത്തുള്ള ഗ്രഹസ്ഥിതികളുടെ അടിസ്ഥാനത്തിൽ കറക്റ്റായിട്ടുള്ള രാശി പ്രശ്നം വെച്ച് ഉചിതമായിട്ടുള്ള പരിഹാരങ്ങൾ ചെയ്തു പോകണം. കാരണം ഓരോ മനുഷ്യർക്കും അവരുടേതായിട്ടുള്ള രീതികളിലുള്ള ഗ്രഹസ്ഥിതിയുടെ അടിസ്ഥാനത്തിൽ തീർച്ചയായിട്ടും ഏറ്റക്കുറച്ചിൽ ഉണ്ടാവുന്നതാണ്. ഇത് പൊതുവായിട്ടുള്ള ഫലമാണ് ഞാൻ പറയുന്നത്. അപ്പം ആ സമയത്തുള്ള അതുപോലെ ദശാസന്ധിയുടെ അടിസ്ഥാനത്തിലും തീർച്ചയായിട്ടും ഏറ്റക്കുറച്ചിൽ ഉണ്ടാവുന്നതാണ്. അപ്പം നിങ്ങളുടെ ജനന സമയത്തുള്ള ഗ്രഹസ്ഥിതിയുടെ അടിസ്ഥാനത്തിൽ അതിന്റെ കാര്യങ്ങൾ ഗണിച്ചറിഞ്ഞ് അതിൻ്റെതായിട്ടുള്ള പരിഹാരങ്ങൾ ചെയ്തു പോവുകയാണെങ്കിൽ 2026 വളരെ അനുകൂലമായിട്ടുള്ള, നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും നല്ല രീതിയിൽ മുന്നേറാൻ പറ്റിയ നല്ലൊരു വർഷമായിട്ടാണ് അശ്വതി നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. അതുപോലെ തന്നെ കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും തീർച്ചയായിട്ടും നിലനിൽക്കുന്ന നല്ലൊരു വർഷമാകും. ആരോഗ്യപരമായി ചെറിയ ക്ലേശങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. അതിന് ദിവസവും രാഹു മന്ത്രം ജപിക്കുക. പറ്റുമെങ്കിൽ നാഗരാജ നാഗേക്ഷി ക്ഷേത്രത്തിൽ നാഗരാജാവിന് പുറ്റും മുട്ടയും സമർപ്പിക്കുക. ക്ഷേത്ര ദർശനം നടത്തുന്നതും വളരെ ഉത്തമമാണ്. രാഹു മന്ത്രം അർത്ഥകായ മഹാവീര്യം ചന്ദ്രാദിത്യ വിമർദ്ദനം സിംഹ്യ ഗർഭസംഭൂതം തംരാഹും പ്രണമാമ്യഹം ദിവസവും ഈ മന്ത്രം ജപിക്കുന്നത് വളരെ ഉത്തമമാണ്. അതുപോലെ സാമ്പത്തിക ക്രയവിക്രയങ്ങൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യം നിലനിൽക്കുന്നതാണ്. വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു വർഷമാണ് 2026. വീട് പണിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾ നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്തെടുക്കാനും പറ്റുന്ന നല്ലൊരു വർഷമാകും അശ്വതി നക്ഷത്രക്കാർക്ക് 2026. അടുത്തത് ഭരണി നക്ഷത്രക്കാരുടെ 2026 ഫലം നമുക്ക് നോക്കാം.
ഭരണി നക്ഷത്രക്കാർക്കും ഞാൻ പറഞ്ഞ പോലെ തന്നെ, അശ്വതി നക്ഷത്രക്കാർക്ക് പറഞ്ഞ പോലെ തന്നെ പോസിറ്റീവ്സും നെഗറ്റീവ്സും ഇടകലർന്ന ഒരു വർഷമാണ് 2026. ആദ്യത്തെ കുറച്ച് നാള് അവർക്ക് ഔദ്യോഗികപരമായിട്ടുള്ള തടസ്സങ്ങൾ, മെയ് ജൂൺ വരെ ഔദ്യോഗികപരമായിട്ടുള്ള തടസ്സങ്ങൾ പൂർണ്ണമായിട്ടും മാറി നിൽക്കുന്നതാണ് ഭരണി നക്ഷത്രക്കാർക്ക്. അതിനുശേഷം ചെറിയ തോതിലുള്ള അങ്ങനെയുള്ള ജോബ് റിലേറ്റഡ് ടെൻഷൻസ്, കാര്യങ്ങൾ, ഇഷ്യൂസ് ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രൊമോഷൻ റിക്വസ്റ്റ്, അതുപോലെ തന്നെ ജോബ് ട്രാൻസ്ഫർ റിക്വസ്റ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തവർക്ക് ഈ ഒരു മാസം, ഈ ഒരു ജൂൺ ജൂലൈ വരെയുള്ള സമയത്ത് വളരെ അനുകൂലമായിട്ടുള്ള സമയമാകും. ജോലിയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ഒരു വർഷമാകും 2026. നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ജോബിലുള്ള മാറ്റങ്ങൾക്ക് ഉള്ള ഒരു വർഷമായിട്ടാണ് 2026 കാണിക്കുന്നത്. ജോലി അന്വേഷിക്കുന്നവർക്ക് ഭരണി നക്ഷത്രത്തിൽ വരുന്ന ആളുകൾക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാകും. സാമ്പത്തിക ക്രയവിക്രയങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കണം. ധനപരമായിട്ടുള്ള നഷ്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ, ബിസിനസ് എക്സ്പാൻഷൻ കാര്യങ്ങൾക്ക് ശ്രമിക്കുന്നവർക്കും വളരെ അനുകൂലമായിട്ടുള്ള സമയമാകും. കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കുന്നതാണ്. വിഷ്ണു പൂജ, വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക, വ്യാഴാഴ്ച വിഷ്ണു പൂജ നടത്തുന്നതും പാൽപ്പായസം വഴിപാടായിട്ട് സമർപ്പിക്കുന്നതും നല്ല രീതിയിലുള്ള വിഷ്ണു കടാക്ഷം, വ്യാഴത്തിന്റെ പൂർണ്ണമായിട്ടുള്ള അനുഗ്രഹത്തോടു കൂടി മുൻപോട്ട് പോകാൻ സാധിക്കുന്നതാണ്. അതുപോലെ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും ഹനുമാൻ ചാലിസ ജപിക്കുന്നതും വളരെ ഉത്തമമാണ്. കാരണം ഭരണി നക്ഷത്രക്കാർക്ക് ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഈ ഒരു വർഷം കാണിക്കുന്നതാണ്. നിങ്ങളുടെ സംസാര നിമിത്തം, സംസാരത്തിൽ ആ ഒരു മിതത്വ ഭാവത്തോടു കൂടി സംസാരിക്കണം. അല്ലെങ്കിൽ സംസാര നിമിത്തം ശത്രുക്കൾ ഉണ്ടാകാനുള്ള സാധ്യത കുടുംബത്തിൽ നിന്നായാലും അതല്ലെങ്കിൽ ഫ്രണ്ട് സർക്കിൾസ് വഴിയായാലും പുതിയതായിട്ട് ശത്രുക്കൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ പണം ഇടപാടുകൾ വളരെയധികം ശ്രദ്ധിക്കുക. പണം കടം കൊടുക്കുന്നത് നിയന്ത്രിക്കുക. അങ്ങനെയുള്ള പണം ഇടപാടുകൾ വഴി ശത്രുക്കൾ ഉണ്ടാകാനുള്ള സാധ്യത ഭരണി നക്ഷത്രക്കാർക്ക് കാണിക്കുന്നുണ്ട്. വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. വീട് പണിയുമായി ബന്ധപ്പെട്ട് ഫിനാൻസ് അലോക്കേഷൻ കാര്യങ്ങൾ, അങ്ങനെയുള്ള സാമ്പത്തിക ഇടപാടുകളെല്ലാം വളരെ ഭദ്രമായിരിക്കും. നിങ്ങൾക്ക് ഉചിതമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ വളരെ അനുകൂലമായിട്ടുള്ള ദൈവാധീനമുള്ള ഒരു വർഷമാകും 2026. വിദ്യാർത്ഥികൾക്ക് ദൈവാധീനമുള്ളതും അതുപോലെ ഹയർ സ്റ്റഡീസിന് പുറത്തു പോകാൻ പ്ലാൻ ചെയ്യുന്ന കുട്ടികൾക്കും വളരെ മംഗളകരമായിട്ടുള്ള, വളരെ പോസിറ്റീവായിട്ടുള്ള സമയമാകും 2026. സരസ്വതി ദേവിയുടെ പൂർണ്ണമായിട്ടുള്ള അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന ഒരു വർഷമാകും ഭരണി നക്ഷത്രക്കാർക്ക് 2026. അതുപോലെ തന്നെ ഗൾഫ് മേഖലകളിൽ IT മേഖലകൾ, ഗൾഫ് സെക്ടേഴ്സിൽ IT മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർക്ക് ചെറിയ തോതിലുള്ള അങ്ങനെയുള്ള ജോബ് റിലേറ്റഡ് ടെൻഷൻസ് കാണിക്കുന്നുണ്ട്. അപ്പം മെയ് ജൂൺ മാസത്തോടു കൂടി അങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസ് കാര്യങ്ങളെല്ലാം മാറിക്കിട്ടുന്നതാണ്. ആരോഗ്യപരമായി ചെറിയ ക്ലേശങ്ങൾ, ഒരു മാർച്ച് മാസം വരെയുള്ള ക്ലേശങ്ങൾ ഭരണി നക്ഷത്രക്കാർക്ക്, അങ്ങനെയുള്ള ആരോഗ്യ ക്ലേശങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക. ദമ്പതികള് ഉമാമഹേശ്വര ക്ഷേത്ര ദർശനം, ഉമാമഹേശ്വര അർച്ചന കാര്യങ്ങൾ നടത്തുന്നത് വളരെ ഉത്തമമായിരിക്കും. നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിലുള്ള വിവാഹം ആലോചന വന്നു ചേരാനും അങ്ങനെയുള്ള കാര്യങ്ങൾ ഭാഗ്യപരമായിട്ടുള്ള നല്ല സമയമാകും 2026. അടുത്തത് കാർത്തിക നക്ഷത്രക്കാരുടെ 2026 ഫലം നമുക്ക് നോക്കാം. കാർത്തിക നക്ഷത്രക്കാർക്ക് പൊതുവെ അനുകൂലമായിട്ടുള്ള ഒരു വർഷമാകും 2026. കാർത്തിക നക്ഷത്രത്തിൽ വരുന്ന സ്ത്രീകൾക്ക് കുറച്ചുകൂടെ ലക്ക് കൂടി നിൽക്കുന്ന ഒരു വർഷമായിട്ടാണ് കാണിക്കുന്നത്. പുരുഷന്മാർക്കും ഔദ്യോഗികപരമായിട്ടുള്ള തടസ്സങ്ങൾ പൂർണ്ണമായിട്ടും മാറി നിൽക്കുന്നതാണ്. കൂടുതൽ അങ്ങനെയുള്ള ധനപരമായിട്ടുള്ള മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം കൂടുതൽ കാണിക്കുന്നത് സ്ത്രീകൾക്കാണ്. അങ്ങനെയുള്ള സാമ്പത്തികപരമായിട്ടുള്ള ക്രയവിക്രയങ്ങൾ വളരെ സേഫ് ആയിരിക്കും. നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിലുള്ള ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുന്ന ഒരു വർഷമാകും 2026. പുരുഷന്മാർ, കാർത്തിക നക്ഷത്രത്തിൽ വരുന്ന പുരുഷന്മാർ സാമ്പത്തിക ക്രയവിക്രയങ്ങൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. ധനപരമായിട്ടുള്ള നഷ്ടം ഉണ്ടാകാതെ ഉചിതമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കണം എന്നാണ് ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ കാർത്തിക നക്ഷത്രത്തിൽ വരുന്ന കുട്ടികൾക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു വർഷമാണ് 2026. ഹയർ സ്റ്റഡീസിന് പുറത്തു പോകാൻ പ്ലാൻ ചെയ്യുന്ന കുട്ടികൾക്കും അതുപോലെ തന്നെ കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്കും ചെറിയ കുട്ടികൾക്കുമായാലും നല്ല രീതിയിലുള്ള പഠന മികവോടുകൂടി ഉദ്ദേശിക്കുന്ന രീതിയിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്ത് കയറാൻ പറ്റിയ ഒരു വർഷമായിട്ടാണ് 2026 വരാൻ പോകുന്നത്. കാർത്തിക നക്ഷത്രത്തിൽ വരുന്ന വിവാഹം ആലോചിക്കുന്നവർക്ക് തുടക്കത്തിൽ മാർച്ച് മാസം വരെ ചെറിയ രീതിയിലുള്ള തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. അതിനുശേഷം തടസ്സങ്ങളെല്ലാം മാറുന്നതാണ്. കേതു മന്ത്രം ദിവസവും ജപിക്കുക. അതുപോലെ തന്നെ വിഘ്നേശ്വര പ്രീതി കൂടി നേടുകയാണെങ്കിൽ പൂർണ്ണമായും തടസ്സങ്ങൾ മാറ്റി നല്ല രീതിയിൽ മുൻപോട്ട് പോകാൻ പറ്റിയ നല്ലൊരു വർഷമാകും 2026. കാർത്തിക നക്ഷത്രക്കാർക്ക് ഫിനാൻസ് മേഖലകൾ വർക്ക് ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെയുള്ള ധനപരമായിട്ടുള്ള ഡിസിഷൻസ് കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. ബിസിനസ് എക്സ്പാൻഷൻ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാകും. പുതിയതായിട്ട് കസ്റ്റമേഴ്സിനെ കിട്ടാനും അതുവഴി ബിസിനസ് ഗ്രോത്ത് കാര്യങ്ങൾ, ബിസിനസ് നല്ല രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഉചിതമായിട്ടുള്ള ദൈവാധീനമുള്ള നല്ലൊരു വർഷമാകും
കാർത്തിക നക്ഷത്രക്കാർക്ക് 2026 കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കുന്നതാണ്. ദമ്പതികൾക്കിടയിൽ വളരെ അനുകൂലമായിട്ടുള്ള നല്ല ദൈവാധീനമുള്ള ഒരു വർഷമാകും 2026 കാർത്തിക നക്ഷത്രക്കാർക്ക്. ആരോഗ്യപരമായി ചെറിയ ബുദ്ധിമുട്ടുകൾ, പ്രത്യേകിച്ച് ഉദര സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ട്, കാലിനുണ്ടാകുന്ന അസ്വസ്ഥത, ഇങ്ങനെയുള്ള ചെറിയ ക്ലേശങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത പൊതുവെ കാർത്തിക നക്ഷത്രക്കാർക്ക് കാണിക്കുന്നതായിരിക്കും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത്രയാണ് അടുത്ത ഒരു വർഷത്തെ 2026 ആദ്യ 3 നക്ഷത്രക്കാരായ അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രത്തിൽ വരുന്ന ആളുകളുടെ അടുത്ത വർഷത്തെ ഫലം. ബാക്കിയുള്ള നക്ഷത്രക്കാരുടെ അടുത്ത വീഡിയോയിൽ ഞാൻ തീർച്ചയായിട്ടും ചെയ്യുന്നതാണ്. എന്റെ ആസ്ട്രോളജി റിലേറ്റഡ് ചാനൽ ആദ്യമായിട്ട് കാണുന്നോ ദയവുചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ, എന്റെ പൂജാ പ്രാർത്ഥനയിൽ നിങ്ങളെ കൂടി ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കണമെങ്കിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ജസ്റ്റ് ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. ഇതിന് ഫീസ് കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ല, തികച്ചും സൗജന്യപരമാണ്. നിങ്ങളുടെ അഭിവൃദ്ധിക്ക് വേണ്ടി, അങ്ങനെയുള്ള ഉന്നമനത്തിന് വേണ്ടി തീർച്ചയായിട്ടും ഞാൻ പ്രാർത്ഥിക്കുന്നതാണ്. അതുപോലെ കബഡി പ്രശ്നത്തിലൂടെ, ജീവിത പരിഹാരങ്ങൾക്ക് കബഡി പ്രശ്നത്തിലൂടെ അങ്ങനെ കാര്യങ്ങൾ കണ്ടറിഞ്ഞ് സോൾവ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എന്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് ബുക്ക് ചെയ്യാവുന്നതാണ്. വാട്സപ്പ് നമ്പർ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആഡ് ചെയ്തേക്കാം. അങ്ങനെ ഓൺലൈൻ കൺസൾട്ടിങ്ങിന് താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും എന്നെ ഡയറക്റ്റ് വാട്സപ്പിൽ മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും നന്മയും ഐശ്വര്യവും ഉണ്ടാകട്ടെ. നന്ദി, നമസ്കാരം.